പൂക്കോട്ടുംപാടത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഇനി പായമ്പാടത്ത്. 63 വർഷത്തെ സേവന പാരമ്പര്യമുള്ള PT സ്റ്റോറിന്റെ മറ്റൊരു സംരംഭമാണിത്. PT സൂപ്പർ മാർക്കറ്റ്, പായമ്പാടം, പൂക്കോട്ടുംപാടം. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ കരുളായി റേഞ്ചിന് കീഴിലെ വനാതിർത്തിയിലെ അടിക്കാടുകൾ വെട്ടിമാറ്റി തുടങ്ങി. വനം വകുപ്പും നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ്ബും ചേർന്നാണ് കല്ലാൻതോട്ടിലെ അടിക്കാട് വെട്ടൽ തുടങ്ങിയത്. കരുളായി മൂത്തേടം പഞ്ചായത്തുകളിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ പുഴയിലൂടെ ഇറങ്ങുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിക്കാട് വെട്ടുന്നത്. വനവും പുഴയും അതിരിടുന്ന ഭാഗത്തെ അടിക്കാടുകളാണ് വെട്ടിമാറ്റുന്നത്. കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്ന് അത്തിക്കാപ്പ് ഭാഗത്ത് ആനയിറങ്ങുന്നത് തടയാൻ വനംവകുപ്പ് വാച്ചർമാരെ നിർത്തിയിട്ടുണ്ട്. ഇവർക്ക് പുഴയ്ക്കിക്കരെ നിന്നാൽ തന്നെ വന്യമൃഗങ്ങൾ കാട് വിട്ടിറങ്ങുന്നുണ്ടോ എന്ന് കാണുന്നതിന് വേണ്ടിയാണ് കാടുകൾ വെട്ടുന്നത്. കാട്ടാനകൾ സ്ഥിരമായി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന വഴിയാണിത്. പുഴയിൽ കാടുള്ളതിനാൽ ആനകൾ പുഴയിലിറങ്ങിയാൽ അടുത്തേക്ക് പോകൽ പ്രയാസമാണ്. വനം അതിരിടുന്ന ഭാഗത്തെ കാടുകൾ വെട്ടിമാറ്റിയാൽ ആനയിറങ്ങുന്നത് ദൂരെ നിന്ന് കാണാനും വേഗത്തിൽ കാട്ടിലേക്ക് തിരിച്ചോടിക്കാനും സാധിക്കും. നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബിന്റെ 35ഓളം അംഗങ്ങളും വനം വാച്ചർമാരുമാണ് അടിക്കാട് വെട്ടുന്നത്. റവന്യൂ വകുപ്പുമായി ആലോചിച്ച് പുഴയിലെ കാട് വെട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് കരുളായി വനം റേഞ്ച് ഓഫീസർ പറഞ്ഞു. മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും സാറൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഈ പറയുന്ന സൗത്ത് DFP, നോർത്ത് DFP ഒക്കെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കും. പക്ഷേ കുറച്ച് താഴത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ പ്രശ്നങ്ങളാണ് പലപ്പോഴും ജനങ്ങളുമായുള്ള സംഘർഷാവസ്ഥകൾ ഇടയിൽ വരുന്നത്. നിയമങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് പാലിക്കപ്പെടേണ്ടതാണ്. എന്നിരുന്നാലും ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭംഗം വരുന്ന ഒരു പ്രവർത്തനങ്ങളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുന്ന ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഉപ്പിരി പാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 ദിവസമായി ഞാൻ ഇന്ന് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ വളരെ മോശമായ ആറ്റിറ്റ്യൂഡാണ്. നിലവിലുള്ള സംവിധാനമാണ്. അതിനെ തടസ്സപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ജനവികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ സംഘർഷാവസ്ഥ പലപ്പോഴും ഫോറസ്റ്റുമായിട്ടുള്ള സംഘർഷാവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊക്കെ രമ്യമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയുന്ന ഒപ്പം തന്നെ എന്തായാലും ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചാൽ ഇതിൽ നമുക്കൊരു ചെറിയൊരു മാനക്കേട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മൂത്തേടത്ത് 34 ക്ലബ്ബുകളുണ്ട്. മൂത്തേടത്ത് 34 ക്ലബ്ബുകൾ ഉണ്ടാകുമ്പോൾ മറ്റ് ക്ലബ്ബുകൾ വന്നുകൊണ്ട് ഇത് സഹകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം അതിന് പ്രത്യേകം പറയാം. അപ്പോൾ അതുകൊണ്ട് മുജീബൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കും ഇതിന് സഹകരിക്കാം എന്നുള്ളതുകൊണ്ട് ഏതായാലും ഇത് സംഘടിപ്പിച്ച നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഏതായാലും നമുക്കറിയാം പുഴയിൽ കുറേ കിടക്കുന്ന ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട്. പുഴയിൽ വലിയ അവിടെ വന്നിട്ട് ആനകൾ തമ്പടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ എല്ലാ സഹായങ്ങളും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും. അഡ്വഞ്ചർ ക്ലബ് പ്രസിഡന്റ് വിവേക് P. മേനോൻ അധ്യക്ഷത വഹിച്ചു. കരുളായി റേഞ്ച് ഓഫീസർ P. K. മുജീബ് റഹ്മാൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ T. റെജി, ഡെയ്സി തായങ്കേരി, ക്ലബ് സെക്രട്ടറി K. യാസർ, ട്രഷറർ K. ഹബീബ് റഹ്മാൻ, MT സെയ്തലവി, നെടുങ്കയം ഡെപ്യൂട്ടി റേഞ്ചർ S. ബിജു, പടുക്ക ഡെപ്യൂട്ടി റേഞ്ചർ P. അംജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ഈ ഒരു മാസത്തിനിടയ്ക്ക് 2 മനുഷ്യജീവനാണ് ഇവിടെ പൊലിഞ്ഞു പോയത് കാട്ടാനയുടെ ആക്രമണത്തിൽ. കാട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് സംഭവം ഉണ്ടായതെങ്കിൽ പോലും ഇവിടെ ഇങ്ങനെ നമ്മുടെ നാട്ടിലിങ്ങനെ ഒരു രൂക്ഷമായൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരിക്കലും നിലമ്പൂർ കേന്ദ്രീകരിച്ച് നിലമ്പൂർ ഈ ചുറ്റുവട്ടം നിലമ്പൂർ കരുവാരകുണ്ട് കാളിയാവ് എടക്കര ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ അഡ്വഞ്ചർ ക്ലബ്ബിന് നമുക്ക് അടങ്ങിയിരിക്കാൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെയാണ് നമ്മൾ റേഞ്ച് ഓഫീസറെ ബന്ധപ്പെട്ടതും ഇങ്ങനെ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇങ്ങനെ കാട് വെട്ടാണ് ഇവിടെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്. ന്യൂസ് ബ്യൂറോ, കരുളായി. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.